Okay, Google. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ദീപാവലിയൊക്കെയല്ലേ വരണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഇത്തിരി മധുരമൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ദീപാവലി അങ്ങ് ആഘോഷിക്കാം. അതിന് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത്തിരി ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇടണ്ട്. ഏലക്ക പൊടിയായാലും ഇട്ടാൽ മതി. സ്റ്റവി വെച്ചൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയ്ക്കൊന്ന് ഡിസോൾവ് ആയി വരണം. കുക്ക് ചെയ്യുന്ന സമയത്ത് പത പോലെ എന്തെങ്കിലും പൊന്തി വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇത് ആഡ് ചെയ്യാൻ എന്തിനാന്ന് വെച്ചാൽ ക്രിസ്റ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് പഞ്ചസാര പാനി കിട്ടും. ഇനി നമുക്ക് ജിലേബി ബാറ്റർ തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, അതായത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫുഡ് കളറ് പൗഡർഡ് ഫോം ആണെങ്കിൽ ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ലിക്വിഡ് ആയതുകൊണ്ട് ഞാൻ തൈര് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. ഫുഡ് കളർ ഞാനൊരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം. നമുക്കൊരു ഒഴിക്കണ പരുവത്തിലെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഏകദേശം ഒരു ദോശമാവിനെക്കാട്ടൊരു ഇത്തിരി കട്ടയുണ്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ ദോശമാവിൻ്റെ പരുവം. ഇനി കളർ എനിക്ക് ഇത്രയും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ബാറ്റർ കാണുമ്പോൾ അത്ര കളർ തോന്നിയില്ലെങ്കിലും ജിലേബിക്ക് നല്ല കളർ ഉണ്ടായിട്ടോ. ഇനി ഇതൊരു കവർ ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പഞ്ചസാരപ്പാനി അവിടെ എത്തിയെന്ന് നോക്കാം. അപ്പോൾ പഞ്ചസാരപ്പാനി ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടി. ഈ ഒരു പരുവം എന്ന് പറയുന്നത് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ്. നല്ല ചൂടുണ്ട്, അപ്പോൾ കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് മാറ്റി വെക്കുക സൈഡിൽ. ജിലേബി ഇനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയും പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇടുന്നുണ്ട്, ആ ഒരു സ്വാദിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വെജിറ്റബിളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ബാഗാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ കെച്ചപ്പ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് മാവ് ഒഴിച്ചാൽ എളുപ്പമായിരിക്കും. ഇനി എണ്ണ ഒരു മീഡിയം ചൂടായെന്ന് തോന്നുമ്പോൾ
നമുക്കതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, ജസ്റ്റ് ഒരു സർക്കുലർ മോഷൻ. എൻ്റെ ആദ്യത്തെ ഷേപ്പ് ഒന്ന് ഇത്തിരി പാളിപ്പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഉപയോഗത്തിന് ശേഷം ഞാൻ ഗ്ലാസ്സിൽ തന്നെ ഇറക്കി വെച്ചു. മുകളിൽ ആ കട്ട് ചെയ്ത പോർഷൻ മുകളിലാക്കിയാണ് വെച്ചത്. അങ്ങനെ വെക്കണമെന്നില്ല, താഴെയിട്ടും വെക്കാം. താഴെ എൻ്റെ അത്യാവശ്യം നല്ല സെക്യൂർഡായിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ തിരിച്ചു വെച്ചത്. ഇനി നമുക്ക് ജിലേബി കണ്ടോ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സിറപ്പിലേക്ക് ഇടാം. പക്ഷേ സിറപ്പിലിടുമ്പോൾ സിറപ്പിന് ചൂടുണ്ടെന്ന് നോക്കണം. ഒരു ചെറിയ ചൂടെങ്കിലും വേണം സിറപ്പിന്, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. അപ്പം ഞാൻ സിറപ്പ് ഒന്ന് ഇത്തിരി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഗ്യാപ്പിൽ. എന്നിട്ടാണ് ഞാൻ ജിലേബി സോക്ക് ചെയ്യാൻ വെച്ചത്. ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ബാറ്റർ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജിലേബി ചുട്ടെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് യൂണിഫോമായിട്ട് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്യാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജിലേബി നമുക്ക് ഇഷ്ടപോലെ ചുട്ടെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ പാനിയിൽ ഇട്ട് വെക്കുക. ഞാൻ അധികം നേരം ഇട്ട് വെച്ചില്ല പാനിയിൽ, ഈ ചുട്ട് കഴിയണം അത്രയും ഒരു നേരം എടുത്തുള്ളൂ കേട്ടോ പാനിയിൽ ഇട്ട് വെക്കാനായിട്ട്. പാനിലിട്ട് വെച്ചുള്ളൂ. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ജിലേബിയാണ്. നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിക്കണ ഒരു ടെക്സ്ചറില്ലേ, അതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇത് കൂടുതലും പേരുന്നത് റബ്രി അല്ലെങ്കിൽ റബ്ഡി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കൂടെയാണ് കേട്ടോ. അത് ഭയങ്കര എളുപ്പം തയ്യാറാക്കാൻ. നമ്മൾ നോർമലി ജിലേബി ഇങ്ങനെ പെയർ ചെയ്ത് കഴിക്കാറില്ല, പക്ഷെ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഏകദേശം ഒരു 1.5 കപ്പ് പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യും, ഒരു 1/3 മീഡിയം തീയിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തിളച്ച് പോകണ്ട. നമുക്ക് കുക്കായി വരുമ്പോൾ പാട് ഫോം ചെയ്യില്ലേ, അതിങ്ങനെ സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അത് ഓരോ സ്റ്റേജിലും ആവും തോറും സൈഡിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. പാല് ചൂടാക്കാൻ വെക്കുമ്പോൾ കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ താഴെ ഒരു ദോശച്ചട്ടി വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു 1/3 റെഡ്യൂസ് ആയെന്ന് കാണുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാർഡമം, ഏലക്ക പൊടിച്ചത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്തു. പക്ഷേ പഞ്ചസാര ആഡ് ചെയ്ത ഫുട്ടേജ് എൻ്റെ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി. ഇനി ഇതിലേക്ക് ഒരു തിക്കനിങ് വരണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു പൊടിക്കൈയാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റബ്ഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി ചോപ്പ് ചെയ്ത നട്ട്സും അല്ലെങ്കിൽ റേസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സൈഡിൽ നമ്മൾ ആ മാറ്റി വെച്ച പാടുണ്ടല്ലോ, അതൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് തന്നെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആൻഡ് റിച്ച് ആയിട്ടുണ്ടാവും. നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് ആ നല്ല ടെക്സ്ചർ വന്നിട്ടുണ്ട്. മിൽക്ക് പൗഡർ ആയാലും ആഡ് ചെയ്യാം, പക്ഷേ അത് കയ്യിലില്ലാത്തതുകൊണ്ടും എളുപ്പപ്പണിക്ക് ഞാൻ കോൺഫ്ലോർ ആഡ് ചെയ്തു. പക്ഷേ ടേസ്റ്റിന് അടിപൊളിയാണ്. പാലിങ്ങനെ റെഡ്യൂസ് ആയി വരുമ്പോൾ അറിയാമല്ലോ ആ സ്വാദ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായെന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.